ജയന്തി, നീ ഇതിപ്പോ ഇവനെ വിട്ടിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയാലും ഞാനങ്ങ് സഹിക്കും. ഇത്ര നാണക്കേടില്ല. ഇതിപ്പോ അങ്ങനെയാണോ? മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നിന്റെ മുഖത്തോട് നോക്കാൻ എനിക്ക് നാണക്കേടാവുന്നു. ഈ ചെക്കൻ്റെ കല്യാണമാണെങ്കിൽ കഴിഞ്ഞിട്ടുകൂടിയില്ല. ഞാനിതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും എനിക്കില്ല. ഞാനൊരു കാര്യം ചോദിച്ച അമ്മ സത്യം പറയാമോ? അമ്മയ്ക്കിനിപ്പോ വേറെ കെട്ടണം? ആ അതെ, അത് പറ. വേണ്ട. പിന്നെ എന്താ നിന്റെ പ്രോബ്ലം? നീ വിളിച്ചപ്പോ ഞാൻ മൂകാംബിക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. എന്തായാലും ഞാൻ പോയിട്ട് തിരിച്ചു വരട്ടെ. പെങ്ങളായി പോയില്ലേ? ഇത് കേട്ടപ്പോൾ ഞാനങ്ങ് വല്ലാതായിപ്പോയി. ആരും അറിയാതെ ഞാൻ ഇവിടെ വന്നത്. ആരോടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണോ അത്? കുടുംബത്തെ കയറ്റും ആരെങ്കിലും? ഈ പ്രശ്നം സമുദായക്കാരറിഞ്ഞാൽ പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. 2-3 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് മാറിയേ പറ്റൂ. ചുറ്റും ഇവരുടെ ആൾക്കാരാ. ഞാൻ ഒരിടത്തും പോകുന്നില്ല. പിന്നെ എന്താ നിന്റെ ഭാവം? നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവര് തെറ്റിദ്ധരിച്ചതാ ഇതൊക്കെ. അവരമ്മയെ കുറ്റം പറഞ്ഞു തുടങ്ങി. അവർക്ക് ഇങ്ങനെയൊന്നും അറിയില്ലെന്നാണ് അവളുടെ ഉമ്മ പറയുന്നത്. അത് കൊള്ളാം. എടാ, നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കും ഇങ്ങനൊരു രോഗം ഞാൻ കേട്ടിട്ടില്ല. ഇതിപ്പോ എന്തും പറയാമെന്നായോ? ജുമേ, സോറി. അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ അമ്മയോട് സംസാരിച്ചു. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ജുമേ, നീ എത്രയും പെട്ടെന്നൊരു കല്യാണം നോക്ക്. അതാണ് കുഴപ്പമെങ്കിൽ അങ്ങനെ ആവാലോ. കല്യാണം കഴിച്ചാൽ എന്ത് കുഴപ്പമാ മാറുക? ഇതാരും സമ്മതിച്ചു തരില്ല. ഈ ലെസ്ബിയൻസിന്റെ ഒക്കെ ഒരു സ്വഭാവം ഇത്. സെക്ഷൽ ഹോർമോൺസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ. നിന്റെ വീട്ടുകാർ ജിന്നാണ് ബാധയാണെന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്ന. ജുമേ, നീ വിചാരിക്കും പോലെ അല്ല. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ചികിത്സിച്ചാൽ മാറിക്കോളൂ. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ബോധമുണ്ടെന്നാ ഞാൻ കരുതി. മനസ്സിലാക്കാനും പരസ്പരം സ്നേഹിക്കാനും നോക്കണത് മനോരോഗാണോ? ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്, പ്രണയം തോന്നുന്നത് അതൊരു സുഖമല്ലേ? മനോരോഗാണോ? ഇതൊന്നും തോന്നാത്തതും ചുറ്റുവട്ടത്ത് മറ്റാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നതുമാണ് മനോരോഗം. ഇത് ഇന്നലെ കണ്ട ജുമയില തന്നെയാണോ? അതോ നിന്റെ ഉമ്മ പറയുന്ന പോലെ ജിന്നോ ബാധയോ കൂടിയതാണോ? എന്റെ ഇഷ്ടത്തിന് വിട്ടേക്കൂ. ആർക്കും ഒരു ബുദ്ധിമുട്ടിനും വരുന്നില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെന്നോ? എന്റെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണ്. എന്റെ അമ്മ അത്ര കാര്യമല്ല. നല്ല അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ ജനിച്ചതാ. ഇനി എന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കരുത്, ഫോണിൽ കൂടി പോലും. പരസ്പരം ഇഷ്ടപ്പെടുന്നത് അന്തസ്സല്ലേ രതി? എന്നെ ഈ ജന്മത്തിൽ തിരിച്ചറിഞ്ഞത് രതിന്റെ അമ്മയാ. എനിക്ക് കാത്തിരുന്നതിന് ശേഷം കിട്ടിയ സ്നേഹം അത്. ജുമേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. നീ എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും എനിക്ക് നിന്നോട് ദേഷ്യമില്ല. ഇതൊരു മാനസിക രോഗമാണെന്ന് നീ എന്നെങ്കിലും തിരിച്ചറിയും. വാപ്പയും ഉമ്മയും പറയുന്ന പോലെ കുഞ്ഞയുമായിട്ടുള്ള നിക്കാഹിന് നീ സമ്മതിക്കണം. എന്റെ കഷ്ടകാലത്തിന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അത് സമ്മതിച്ചത്. നിങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്റെ കുടിയിലുള്ളവര് ഭ്രാന്തായിരിക്കുക. എന്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയി. 8ാം ക്ലാസ്സിലായപ്പോ തിരിച്ചറിഞ്ഞതാ ഞാൻ ഇങ്ങനെയാണെന്ന്. പക്ഷെ ഞാൻ ആരോട് പറയും? എന്റെ കുടിയിൽ ആരും എന്നെ മനസ്സിലാക്കിയില്ല. ഇപ്പൊ ഞാനൊരു വരുമാനക്കാരിയും കൂടി എല്ലാവർക്കും. രതി പ്ലീസ്, ഇത് പറഞ്ഞ രതിന്റെ അമ്മയെ വേദനിപ്പിക്കരുത്. അവർക്ക് പ്രഷർ കൂടും. എന്നാ നീ എന്റെ അമ്മയെ കാണാൻ വരരുത്. അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അമ്മ പറയാൻ പറഞ്ഞു നീ അവിടേക്ക് വരരുതെന്ന്. എന്റെ സങ്കടം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ രതിന്റെ അമ്മയുടെ അടുത്ത്. ഞാൻ ഒന്നവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ. ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. എന്നെ ഒന്ന് മനസ്സിലാക്കി രതി പ്ലീസ്.
എന്തേ? ഓള് പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയോ? അതോ ഇജ്ജ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ? ഏയ്, ഞാനിവിടെ ആരെയും കാണാത്തോണ്ട് ജുമ എണീറ്റില്ലേ? ഓള് ഞെണീറ്റിലും കുഴപ്പമില്ല. മുസീബത്ത് എല്ലാവരും നാണം കെടുത്താൻ. ഞാൻ എൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പം തൊട്ട് ഓള് സാധാരണ പെൺകുട്ടികളെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എത്ര ബഹളം ഉണ്ടാക്കിയിട്ട് അവർ നിക്കാഹ് നടത്തിയത്. എന്നിട്ട് അവിടുന്ന് പോന്നു. അപസ്മാരം. മാപ്പിള ഓളടുത്തേക്ക് എപ്പോൾ ചെന്നാലും അപസ്മാരം തുടങ്ങും. കുടിയിലുള്ളവരെ വിഷമിപ്പിക്കാൻ ജനിച്ചാലോ ഓള്. വാപ്പുട്ടിയാക്കെ ഓളുടെ അസുഖത്തിന്റെ കാര്യം എനക്കറിയണ്ടേ? ബാപ്പാ, എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഓളിങ്ങനെയാന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ കല്യാണം നടത്തരുതായിരുന്നു. എന്താ ഇപ്പൊ ഉണ്ടായേ? ഓൾക്ക് അപസ്മാര. മോളെ, അനക്ക് എന്താ പറ്റിയേ? ഇപ്പൊ കുറഞ്ഞോ? അതൊന്നല്ല ഓളെ രോഗം. ഓക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ അപസ്മാരം. നിങ്ങളെ മോള് ഞാൻ ഇപ്പൊ എങ്ങനെ നിങ്ങളോട് പറയാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇനി എങ്ങനെയാ നാട്ടുകാരെ മുഖത്ത് നോക്കുക? എൻ്റെ ഒരു ഗതികേട് ആരും ഇതറിയണ്ട. അവനവൻ്റെ കുട്ടികൾ എന്താന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയണം. അവരുടെ സ്വഭാവം, അസുഖം ഉണ്ടെങ്കിൽ അതും. എന്നിട്ടേ ഒരാളുടെ തലയിലേക്ക് ആക്കാവൂ. കൂട്ടിക്കൊണ്ട് പോയിക്കോളി. ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ഇവിടെ. എനിക്ക് ഓലോടെ കഴിയാൻ പറ്റൂല പപ്പ. എനിക്കിനി ഒരാണിന്റെ കൂടെ കഴിയാനും ആവൂല. ഞാനിപ്പോ എന്താ ചെയ്യാ? പഠിച്ചോനെ, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ജി വിഷമിക്കണ്ട, വാപ്പാന്റെ കൂടെ പോയിക്കോളി. ഇതാരും അറിയണ്ട. പാപ്പ, ഉമ്മ അറിഞ്ഞ എന്നെ കൊല്ലും പാപ്പ. നിങ്ങളിത് പറയരുത് ടോളി. ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. എനിക്കതൊന്നും ഇഷ്ടമല്ല. അതാരോടും പറയണതും ഇഷ്ടമല്ല, ആരും അറിയണതും ഇഷ്ടമല്ല. അതെ, അവളെ ഇവിടുന്ന് ഓടിക്കണം, ആ ജയന്തിനെ. ഈ നാട്ടിലെ ആമ്പിള്ളേരില്ലാഞ്ഞിട്ടാണ് അവള് പെണ്ണിനെ തന്നെ. ഛേ, ആ ചെക്കനെങ്ങാനായിരുന്നെങ്കിൽ നിങ്ങളുടെ ജാതിയിലെങ്കിലും കൂട്ടായിരുന്നു. ഇത്തിരി സ്വൈര്യം തരുവോ? തല പൊട്ടണല്ലോ. ഓ, ഈ ബാപ്പുട്ടിക്കയുടെ മോള അത്ര കുഴപ്പക്കാരി. മറ്റേ പെണ്ണിന് അങ്ങനെയൊന്നുമില്ല. എന്താലേ എന്താ അത്? എന്താ ചെയ്യ? നാട്ടുകാരെല്ലാരും കേട്ടിട്ട് നെട്ടിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് എന്തൊക്കെ കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? അതെ, ഇനി എല്ലാരും അറിയുന്നതിന് മുമ്പ് നിക്കാഹ് നടത്തണം. എന്തേ? എന്താ ഓള് വരുന്നുണ്ട്. നിങ്ങളിപ്പം ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ഓളെ പേടിച്ച് പിനിക്ക് പെരി കഴിയാൻ പറ്റുമെന്ന് ആർക്കറിയാം? ഉമ്മോ, ഒന്നും പറയാൻ പറ്റൂലല്ലോ, ഓള് രോഗിയല്ലേ. നിങ്ങളാ ഓക്ക് കൂട്ട് നിൽക്കണ്. അല്ല പിന്നെ ജുമേല, ബാപ്പയ്ക്ക് ഇത്തിരി ചൂടുവെള്ളം വെച്ചോളി. ആ പാപ്പ.
അമ്മയ്ക്കിനി ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. എന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട് പേഴ്സണലായിട്ട്. ഉമ്മയും വാപ്പയും നമ്മുടെ കല്യാണം തീരുമാനിച്ച് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്നോട് പറയാണ്ട് വയ്യ. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണ ആളല്ലേ ഞാൻ. എനിക്കൊരാളുടെ കൂടെ പൊറുക്കാൻ പറ്റൂല. അനക്ക് പ്രണയം എന്താണെന്ന് അറിയാഞ്ഞിട്ടാ. ഒരാണിൻ്റെ ചൂടെറിഞ്ഞാൽ ഒരു പെണ്ണും വേറെ എവിടേക്കും പോകില്ല. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യൂല. നിങ്ങൾക്ക് അതിന് കഴിയൂല. ഞാൻ പെണ്ണല്ല. സംശയമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആളോളടുത്ത് പോയി പറഞ്ഞോളി, പടച്ചോൻ എന്നെ പെണ്ണായിട്ടല്ല ജനിപ്പിച്ചെന്ന്. ഇന്റെ കുറ്റല്ല അത്. പിന്നെ പെണ്ണിന്റെ ഒരു പ്രശ്നവും നിക്കാ കൊണ്ട് മാറണതല്ലാന്നും. പോയിക്കെന്റെ മുന്നിന്നോ. അങ്ങോട്ട് വെക്കി. ഇവിടോക്കി ആദ്യം ഈ വശം പടുത്തിട്ട് മറച്ചോളി. ഒരു ഇബിലീസിന്റെ നോട്ടം ഇന്റെ പെരേക്ക് വേണ്ട. നോക്കി ചുമേ, എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നിങ്ങൾ അറിഞ്ഞൂല്ലേ? എന്റെ പാപ്പ പറഞ്ഞൂല്ലേ രതിന്റെ അടുത്ത്? നിന്റെ വായിന്ന് തന്നെ എനിക്കത് വിശദമായിട്ട് കേൾക്കണം. ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. എനിക്കതൊന്നും ഇഷ്ടമല്ല. അതാരോടും പറയണതും ഇഷ്ടമല്ല, ആരും അറിയണതും ഇഷ്ടമല്ല.
അമ്മ എത്ര നേരം ഇങ്ങനെ മറുപടി പറയാതിരിക്കും? ഞാനും ഒരു മകനാ. എനിക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന്. അവക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് എൻ്റെ അഭിമാനം വലുതാ. ഇവിടെ ഈ കുഗ്രാമത്തിലായതുകൊണ്ട് ആർക്കും ഇതുവരെ ഒരു സംശയം തോന്നാത്തത്. അവൾ സമ്മതിച്ചല്ലോ, എല്ലാം എന്നോട് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ അവളെ കരുതി. എന്നാ അവൾ അങ്ങനെയല്ല. അവൾക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഡിസ്കസ്റ്റിംഗ്. ഇതൊരു ഭ്രാന്തൻ റിലേഷൻഷിപ്പാണ്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ടെൻഷൻ അടിക്കാൻ എന്നെ കിട്ടില്ല. അമ്മ ഒരു ബൈസെക്ഷൽ ആണോ? അമ്മയ്ക്ക് ഇതിലൊരു പങ്കില്ലെന്ന് എന്നോട് പറ. ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. ഹലോ, താഴെ ഇമ്മൻകുണ്ടിൻ്റെ അവിടെ കാണണം. എനിക്ക് കുറച്ച് സംസാരിക്കണം. ജുമ ഇപ്പം തന്നെ കാണണം. ഞമ്മളെ ജാതിയിൽ ഇങ്ങനെ ലിബിലീസ് ആദ്യമായിട്ട് എൻ്റെ റബ്ബേ. പെണ്ണുങ്ങള് കല്യാണം കഴിക്കേണ്ട സമയത്ത് കഴിച്ചില്ലാച്ച ഇങ്ങനെ തന്നെ. അല്ല, ഓക്ക് തലവേന വരാറുണ്ടാ? എപ്പോഴും അത് തന്നെ ഓക്ക്. ഇതിപ്പോ പറയാണ്ടിരിക്കാൻ വയ്യ. സെക്സ് ആണ് കാര്യം. അത് സമയത്ത് കിട്ടിയില്ലാച്ച തലവേദന, ബോധംകെടൽ ഒക്കെ ഉണ്ടാവും. ഇതിപ്പോ ഒന്നും നോക്കാനില്ല. നിക്കാഹ് അത് നടക്കട്ടെ. നിങ്ങൾ ബേജാറാവണ്ട, ഓളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പറഞ്ഞത് കാര്യം. ജിന്നാണെങ്കിൽ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി ഒഴിപ്പിക്കും. എന്നാലും പെണ്ണിനോട് ഓർത്തിട്ട് തന്നെ ഛർദിക്കാൻ വരുന്നേ. എൻ്റെ റബ്ബേ, ഇങ്ങനെ ഒരെണ്ണം എൻ്റെ പള്ളിയിലുണ്ടായല്ലോ. ഞാൻ ഈ വീട്ടിൽ എങ്ങനെ കഴിയും? ആളുകളെല്ലാം അറിഞ്ഞില്ലേ? പിടിച്ചോളൂ. ജയന്തി, നീ ഇതിപ്പോ ഇവനെ വിട്ടിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയാലും ഞാനങ്ങ് സഹിക്കും. ഇത്ര നാണക്കേടില്ല. ഇതിപ്പോ അങ്ങനെയാണോ? മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നിന്റെ മുഖത്തോട് നോക്കാൻ എനിക്ക് നാണക്കേടാവുന്നു. ഈ ചെക്കൻ്റെ കല്യാണമാണെങ്കിൽ കഴിഞ്ഞിട്ടുകൂടിയില്ല. ഞാനിതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും എനിക്കില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയാമോ? അമ്മയ്ക്കിനിപ്പോ വേറെ കെട്ടണോ? അതെ, അത് പറ. വേണ്ട. പിന്നെ എന്താ നിന്റെ പ്രോബ്ലം? നീ വിളിച്ചപ്പോ ഞാൻ മൂകാംബിക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. എന്തായാലും ഞാൻ പോയിട്ട് തിരിച്ചു വരട്ടെ. പെങ്ങളായി പോയില്ലേ? ഇത് കേട്ടപ്പോ ഞാനങ്ങ് വല്ലാതായി പോയി. ആരും അറിയാതെ ഞാൻ ഇവിടെ വന്നത്. ആരോടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണോ അത്? കുടുംബത്തിൽ കയറ്റും ആരെങ്കിലും?
ഈ പ്രശ്നം സമുദായക്കാരറിഞ്ഞാൽ പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. 2-3 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് മാറിയേ പറ്റൂ. ചുറ്റും ഇവരുടെ ആൾക്കാരാ. ഞാൻ ഒരിടത്തും പോകുന്നില്ല. പിന്നെ എന്താ നിന്റെ ഭാവം? നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവര് തെറ്റിദ്ധരിച്ചതാ ഇതൊക്കെ. അവരമ്മയെ കുറ്റം പറഞ്ഞു തുടങ്ങി. അവർക്ക് ഇങ്ങനെയൊന്നും അറിയില്ലെന്നാണ് അവളുടെ ഉമ്മ പറയുന്നത്. അത് കൊള്ളാം. എടാ, നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കും ഇങ്ങനൊരു രോഗം ഞാൻ കേട്ടിട്ടില്ല. ഇതിപ്പോ എന്തും പറയാമെന്നായോ? ജുമേ, സോറി. അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ അമ്മയോട് സംസാരിച്ചു. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ജുമേ, നീ എത്രയും പെട്ടെന്നൊരു കല്യാണം നോക്ക്. അതാണ് കുഴപ്പമെങ്കിൽ അങ്ങനെ ആവാലോ. കല്യാണം കഴിച്ചാൽ എന്ത് കുഴപ്പാ മാറുക? ഇതാരും സമ്മതിച്ചു തരില്ല. ഈ ലെസ്ബിയൻസിന്റെ ഒക്കെ ഒരു സ്വഭാവം ഇത്. സെക്ഷുവൽ ഹോർമോൺസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ. നിന്റെ വീട്ടുകാർ ജിന്നാണ് ബാധയാണെന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്ന. ജുമേ, നീ വിചാരിക്കും പോലെയല്ല. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ചികിത്സിച്ചാൽ മാറിക്കോളും. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ബോധമുണ്ടെന്നാ ഞാൻ കരുതി. മനസ്സിലാക്കാനും പരസ്പരം സ്നേഹിക്കാനും നോക്കണത് മനോരോഗാണോ? ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്, പ്രണയം തോന്നുന്നത് അതൊരു സുഖമല്ലേ? മനോരോഗാണോ? ഇതൊന്നും തോന്നാത്തതും ചുറ്റുവട്ടത്ത് മറ്റാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നതുമാണ് മനോരോഗം. ഇത് ഇന്നലെ കണ്ട ജുമയില തന്നെയാണോ? അതോ നിന്റെ ഉമ്മ പറയുന്ന പോലെ ജിന്നോ ബാധയോ കൂടിയതാണോ? എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടേക്കൂ. ആർക്കും ഒരു ബുദ്ധിമുട്ടിനും വരുന്നില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെന്നോ? എന്റെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണ്. എന്റെ അമ്മ അത്ര കാര്യമല്ല. നല്ല അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ ജനിച്ചതാ. ഇനി എന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കരുത്, ഫോണിൽ കൂടി പോലും. പരസ്പരം ഇഷ്ടപ്പെടുന്നത് അന്തസ്സല്ലേ രതി? എന്നെ ഈ ജന്മത്തിൽ തിരിച്ചറിഞ്ഞത് രതിന്റെ അമ്മയാ. എനിക്ക് കാത്തിരുന്നതിന് ശേഷം കിട്ടിയ സ്നേഹം അത്. ജുമേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. നീ എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും എനിക്ക് നിന്നോട് ദേഷ്യമില്ല. ഇതൊരു മാനസിക രോഗമാണെന്ന് നീ എന്നെങ്കിലും തിരിച്ചറിയും. വാപ്പയും ഉമ്മയും പറയുന്ന പോലെ കുഞ്ഞായ്മയായിട്ടുള്ള നിക്കാഹിന് നീ സമ്മതിക്കണം. എന്റെ കഷ്ടകാലത്തിന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അത് സമ്മതിച്ചത്. നിങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്റെ കുടിയിലുള്ളവര് ഭ്രാന്തായിരിക്കുക. എന്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയി. 8ാം ക്ലാസ്സിലായപ്പോ തിരിച്ചറിഞ്ഞതാ ഞാൻ ഇങ്ങനെയാണെന്ന്. പക്ഷെ ഞാൻ ആരോട് പറയും? എന്റെ കുടിയിൽ ആരും എന്നെ മനസ്സിലാക്കിയില്ല. ഇപ്പൊ ഞാനൊരു വരുമാനക്കാരിയും കൂടി എല്ലാവർക്കും. രതി പ്ലീസ്, ഇത് പറഞ്ഞ രതിന്റെ അമ്മയെ വേദനിപ്പിക്കരുത്. അവർക്ക് പ്രഷർ കൂടും. എന്നാ നീ എന്റെ അമ്മയെ കാണാൻ വരരുത്. അമ്മയ്ക്കത് ഇഷ്ടമല്ല. അമ്മ പറയാൻ പറഞ്ഞു നീ അവിടേക്ക് വരരുതെന്ന്. എന്റെ സങ്കടം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ രതിന്റെ അമ്മയുടെ അടുത്ത്. ഞാൻ ഒന്നവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ. ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. എന്നെ ഒന്ന് മനസ്സിലാക്കി രതി പ്ലീസ്.
എന്തേ? ഓള് പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയോ? അതോ ഇജ്ജ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ? ഏയ്, ഞാനിവിടെ ആരെയും കാണാത്തോണ്ട് ജുമ എണീറ്റില്ലേ? ഓള് ഞെണീറ്റിലും കുഴപ്പമില്ല. മുസീബത്ത് എല്ലാവരും നാണം കെടുത്താൻ. ഞാൻ എൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പം തൊട്ട് ഓള് സാധാരണ പെൺകുട്ടികളെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എത്ര ബഹളം ഉണ്ടാക്കിയിട്ട് അവർ നിക്കാഹ് നടത്തിയത്. എന്നിട്ട് അവിടുന്ന് പോന്നു. അപസ്മാരം. മാപ്പിള ഓളടുത്തേക്ക് എപ്പോൾ ചെന്നാലും അപസ്മാരം തുടങ്ങും. കുടിയിലുള്ളവരെ വിഷമിപ്പിക്കാൻ ജനിച്ചാലോ ഓള്. വാപ്പുട്ടിയാക്കെ ഓളുടെ അസുഖത്തിന്റെ കാര്യം എനക്കറിയണ്ടേ? ബാപ്പാ, എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഓൾ ഇങ്ങനെയാന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ കല്യാണം നടത്തരുതായിരുന്നു. എന്താ ഇപ്പൊ ഉണ്ടായേ? ഓൾക്ക് അപസ്മാര. മോളെ, എനക്കെന്താ പറ്റിയേ? ഇപ്പൊ കുറഞ്ഞോ? അതൊന്നല്ല ഓളെ രോഗം. ഓക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ അപസ്മാരം. നിങ്ങളെ മോള്, ഞാൻ ഇപ്പൊ എങ്ങനെ നിങ്ങളോട് പറയാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇനി എങ്ങനെയാ നാട്ടുകാരെ മുഖത്ത് നോക്കുക? എൻ്റെ ഒരു ഗതികേട്. ആരും ഇതറിയണ്ട. അവനവൻ്റെ കുട്ടികൾ എന്താന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയണം. അവരുടെ സ്വഭാവം, അസുഖം ഉണ്ടെങ്കിൽ അതും. എന്നിട്ടേ ഒരാളുടെ തലയിലേക്ക് ആക്കാവൂ. കൂട്ടിക്കൊണ്ട് പോയിക്കോളി. ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ഇവിടെ. എനിക്ക് ഓലോടെ കഴിയാൻ പറ്റൂല പാപ്പ. എനിക്കിനി ഒരാണിന്റെ കൂടെ കഴിയാനും ആവൂല. ഞാനിപ്പോ എന്താ ചെയ്യാ? പഠിച്ചോനെ, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ജി വിഷമിക്കണ്ട, വാപ്പാന്റെ കൂടെ പോയിക്കോളി. ഇതാരും അറിയണ്ട. ഉമ്മ അറിഞ്ഞ എന്നെ കൊല്ലും പാപ്പ. നിങ്ങളിത് പറയരുത് ടോളി. ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. എനിക്കതൊന്നും ഇഷ്ടമല്ല. അതാരോടും പറയണതും ഇഷ്ടമല്ല, ആരും അറിയണതും ഇഷ്ടമല്ല. എന്താലേ നമ്മൾ ചോദിക്കുന്നതിനാണ് കുഴപ്പം. എന്താ അത്? എന്താ ചെയ്യുക? നാട്ടുകാരെല്ലാവരും കേട്ടിട്ട് നെട്ടിരിക്കുകയത് അല്ലേ? അതുകൊണ്ട് എന്തൊക്കെ കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? അതെ, ഇനി എല്ലാരും അറിയുന്നതിന് മുമ്പ് നിക്കാഹ് നടത്തണം. എന്തേ? എന്താ ഓള് വരുന്നുണ്ട്. നിങ്ങളിപ്പം ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ഓളെ പേടിച്ച് പിനിക്ക് പെരി കഴിയാൻ പറ്റുമെന്ന് ആർക്കറിയാം? ഉമ്മോ, ഒന്നും പറയാൻ പറ്റൂലല്ലോ, ഓള് രോഗിയല്ലേ. നിങ്ങളാ ഓക്ക് കൂട്ടു നിൽക്കണ്. അല്ല പിന്നെ ജുമേല, ബാപ്പയ്ക്ക് ഇതിരി ചൂടുവെള്ളം വെച്ചോളി. ആ പാപ്പ. അമ്മേ, അമ്മയ്ക്കിനി ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം.
എന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട് പേഴ്സണലായിട്ട്. ഉമ്മയും വാപ്പയും നമ്മുടെ കല്യാണം തീരുമാനിച്ച് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് പറയാണ്ട് വയ്യ. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണ ആളല്ലേ ഞാൻ. എനിക്കൊരാളുടെ കൂടെ പൊറുക്കാൻ പറ്റൂല. അനക്ക് പ്രണയം എന്താണെന്ന് അറിയാഞ്ഞിട്ടാ. ഒരാണിൻ്റെ ചൂടറിഞ്ഞാൽ ഒരു പെണ്ണും വേറെ എവിടേക്കും പോകില്ല. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യൂല. നിങ്ങൾക്ക് അതിന് കഴിയൂല. ഞാൻ പെണ്ണല്ല. സംശയമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആളോളടുത്ത് പോയി പറഞ്ഞോളി, പടച്ചോൻ എന്നെ പെണ്ണായിട്ടല്ല ജനിപ്പിച്ചെന്ന്. ഇന്റെ കുറ്റല്ല അത്. പിന്നെ പെണ്ണിന്റെ ഒരു പ്രശ്നവും നിക്കാഹ് കൊണ്ട് മാറണതല്ലാന്നും. പോയിക്കെന്റെ മുന്നിന്നോ. അങ്ങോട്ട് നോക്കി. ഇവിടോക്കി ആദ്യം ഈ വശം പടുത്തിട്ട് മറച്ചോളി. ഒരു ഇബിലീസിന്റെ നോട്ടം ഇന്റെ പെരേക്ക് വേണ്ട. നോക്കി. അപ്പൊ കുഞ്ഞുമ്മേ കല്യാണം കഴിഞ്ഞിട്ടാണാ തങ്ങളുടെ തോളെ കൊണ്ടുപോണത്? അതാ നല്ലത് ഉസ്താദേ. എന്നിട്ടൊരു കുഞ്ഞാമിന്റെ നാട്ടിൽ പോയിക്കോട്ടെ. കല്യാണം കഴിയുമ്പോ തന്നെ അവള് സൂക്കടെല്ലാം മാറൂലേ. പിന്നിപ്പ എന്താ? എന്നാലും മാളുമാനെന്ന് അറിയിക്കാനും കൂടെ പറ്റിയില്ല. ഇതാപ്പാ വലിയ കാര്യം. അത് പിന്നെ ഒരു ദിവസം വിരുന്നായിട്ട് രണ്ടാളും കൂടെ അങ്ങോട്ട് പോയാ മതിയല്ലോ. ചുമേ, ഞാൻ നമ്മുടെ പ്രണയത്തെ തള്ളി പറഞ്ഞല്ല. അവനതൊരിക്കലും അംഗീകരിക്കില്ല. അവനൊന്ന് പൊക്കോട്ടെ. നീ വിഷമിക്കരുത്. ഇതൊക്കെ ഒന്ന് ആറി തണുക്കട്ടെ. അവൻ അപ്പുറത്തുണ്ട്. ഞാൻ സമയം പോലെ നിന്നെ പിന്നെ വിളിച്ചോളാം. ചുമേ, നീ സങ്കടപ്പെടരുത് പ്ലീസ്. എന്തെങ്കിലും തിന്നാ? പഠിച്ചോൻ തരണതാ മനുഷ്യന്റെ ഓരോ കാര്യങ്ങളും. അമ്മാവൻ വിളിച്ചിരുന്നു നാളെ സിംഗപ്പൂർക്ക് മടങ്ങാന്ന്.
ഇത്ര പെട്ടെന്നോ? ഇനി ഒരുപാട് ദിവസം ഉണ്ടല്ലോ. നീ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഈ നാട്ടുകാരുടെ മുന്നിൽ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ആയിരുന്നു. ഞാൻ എന്താ പറയുക, എന്താ ചെയ്യുക? എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമ്മ ഇന്ന് തന്നെ പോകാൻ റെഡിയാവുക. ഈ കെയർ ഹോം എന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് അറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. അമ്മ വിവരമുള്ള സ്ത്രീയല്ലേ. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് എഴുതാം. മനസ്സിലായോ? വേറെ ആരുടെയും ശല്യം ഉണ്ടാവത്തില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ കെയർ ഹോം അത്. അടുത്ത ലീവിന് ഞാൻ വരുന്നത് വരെ മതി. അത് കഴിഞ്ഞ് ഈ വീട് വിറ്റിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറാം. ഓക്കെ? മറ്റുള്ളവരുടെ തോന്നലനുസരിച്ച് പറിച്ചു നടന്നാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം, പ്രത്യേകിച്ച് ഒരു അമ്മയുടെ. അമ്മയ്ക്ക് അറിയാലോ, ഞാനിവിടെ അമ്മയെ തനിച്ചാക്കിയിട്ട് പോയാൽ ആ ജുമേലയുടെ ആൾക്കാർ അമ്മയെ തല്ലിക്കൊല്ലും. എനിക്കത് കാണാൻ വയ്യ. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. യാത്ര പറയാൻ വേണ്ടിയിട്ടാ. ഇനി ഒരിക്കലും കാണില്ലല്ലോ. അമ്മ യാത്രയൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എല്ലാവരും കൂടി എന്റെ ശവം ഇവിടെ നിന്ന് എടുത്തു വെക്കും. അതും കൂടി അമ്മ ഇവിടെ ഉണ്ടാക്കി വെക്കും. 18 വയസ്സ് വരെ അച്ഛൻ്റെ നിർദ്ദേശം, പിന്നീട് കെട്ടിയോൻ്റെ. 19ാമത്തെ വയസ്സ് നീ ഉണ്ടായി. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും വിധവ. പിന്നെ എല്ലാം നിന്റെ തീരുമാനങ്ങളായി. ഇതും നീ തീരുമാനിച്ചു ഇവിടുന്ന് പോവാൻ. എനിക്കിവിടുന്ന് പോകണ്ട രതി. ഇതെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നൂടെ? 2 വർഷം കൂടി അമ്മ ഒന്ന് ക്ഷമിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് സിംഗപ്പൂർക്ക് പോവാം. ഓക്കെ അല്ലേ അമ്മേ? വേഗം റെഡിയാവും.